ഞാനൊരു കല്യാണത്തിന് പോയ വീഡിയോ ആണിത്. ഈ കല്യാണത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന് ഡിസംബർ 28 ലാസ്റ്റത്തെ കല്യാണം 2025, പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ യാത്ര ചെയ്തത് ബോട്ടിൽ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ബോട്ടിൽ സ്ഥിരം കയറുന്നവർക്ക് ഇതൊരു വലിയ ഇതൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മളെല്ലാം അപൂർവങ്ങളല്ലേ ബോട്ടിലെല്ലാം കയറുന്നുള്ളൂ. പിന്നെ ഇതിനു മുമ്പ് കയറിയിട്ടുണ്ട്, കൊച്ചിയിലും പിന്നെ അവിടെല്ലാം പോയി കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെയും അല്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്, കണ്ണൂർ മാട്ടൂലേക്കാണ് കല്യാണം. ഇത് കയറുന്നത് നമ്മൾ അഴീക്കൽ ബോട്ട് പാലത്തിൽ നിന്ന് മാട്ടൂലേക്കുള്ള സർവീസാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് മാട്ടൂലേം പോയിട്ടുണ്ട്. പക്ഷേ പൊതുവേ പോക്ക് നമ്മളെല്ലാം കാറിൽ വാഹനങ്ങളിലല്ലേ മാട്ടൂലൊക്കെ പോക്ക്, കല്യാണത്തിനെല്ലാം പോക്ക് അങ്ങനെ പോക്ക്. പക്ഷേ ഇതിപ്പം നമ്മൾ അന്ന് മന്ത്രി ഇപ്പം വന്നിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ടായിരുന്നു. മേലെ സർവീസ് ബോട്ടാക്കിയിട്ട്, മേലെ ഡബിൾ ട്രക്ക് ബോട്ടാക്കിയിട്ട്. അപ്പോൾ അത് കണ്ടേരെ ഒന്ന് കയറണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിന് നടുവിൽ ഇപ്പോൾ ഒരു കല്യാണം വന്ന്, അങ്ങനെ കല്യാണത്തിന് പോകുന്നൊരു വീഡിയോ ആണ്. ബോട്ടിൻ്റെ ഉൾഭാഗത്താണ് പോകുന്ന സമയത്ത് ഇരുന്നത്. അപ്പോൾ നല്ല ഒരു കല്യാണ ഫീൽ തന്നെ അതിലുണ്ടായിരുന്നു. മാപ്പിളപ്പാട്ടെല്ലാം വെച്ച് എല്ലാവരും നല്ല കയ്യെല്ലാം അടിച്ച് പാട്ടെല്ലാം പാടി നല്ലൊരു രസത്തിലാണ് പോയത്. ശരിക്കും കണ്ണ് പൂട്ടി തുറക്കുന്ന ദൂരേ ഉള്ളൂ അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നല്ലൊരു യാത്രയായിരുന്നു. നല്ല ഒരു അടിപൊളി ഫീൽ തന്നെയാണ്. അങ്ങനെ പിന്നെ മാട്ടൂലെത്തിയതിന് ശേഷം പിന്നെ അവിടുന്ന് നമ്മൾ ബസ്സിനാണ് പോയത്. ബസ്സിന് പോയി അങ്ങനെ കല്യാണ വീട്ടിലേക്ക് എത്തി. കല്യാണ വീടിൻ്റെ പ്രത്യേകിച്ചുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കസിൻ്റെ മോളെ കല്യാണമാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ ബോട്ടിൽ തന്നെയാണ് തിരിച്ച് വന്നതും. അപ്പോൾ നമ്മൾ കണ്ടക്ടറോട് പറഞ്ഞ് നമുക്ക് ബോട്ടിൻ്റെ മേൽഭാഗം ഒന്ന് തുറന്ന് തരണമെന്ന്. അങ്ങനെ നമ്മൾ മേലയിൽ കയറിയിരുന്നു. നമ്മൾ കയറുന്ന കണ്ടപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ കൂടെ കയറി. അങ്ങനെ ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്ത് കടലെല്ലാം കണ്ട് ശരിക്കും കുറച്ചൊരു ദൂരം തോന്നിയിന്. നല്ലൊരു വൈബ്. ഇത്രക്കാലം ബോട്ടിൽ കയറിയിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചിട്ടുള്ളൊരു വൈബൊന്നും തോന്നിയിട്ടില്ല. ഇത് ബോട്ടിൻ്റെ മേലെ ഓപ്പണായിട്ട് ഇരുന്നുകൊണ്ടോയെന്ന് അറിയില്ല, ശരിക്കും കടലെല്ലാം മൊത്തം കണ്ട പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. ഇത് ആദ്യം അന്ന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു ഭാഗമാണ് കേട്ടോ. ബോട്ടിൻ്റെ ഉൾഭാഗം കണ്ടോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡാക്കുന്നതാണ്. ഇതേപോലെ മേൽഭാഗം കണ്ടില്ലേ, ഇതേപോലെ മേലെല്ലാം ഇരിക്കുക, താഴത്തും ഇരിക്കുക. ആരെങ്കിലും കണ്ണൂരിൽ നിന്ന് പോകാത്ത ആളുണ്ടെങ്കിൽ വെറുതെ 10 രൂപ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോട്ടെ.